നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വളരെ പോപ്പുലറായ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. അത് നമുക്ക് മോസ്റ്റ്ലി സിനിമകളിലും അല്ലെങ്കിൽ നമുക്ക് മിക്കവാറും പേര് പറഞ്ഞും ഏറ്റവും ആൾക്കാർ ആഗ്രഹിച്ച് കയറാൻ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഹാർവേർഡ് യൂണിവേഴ്സിറ്റി. അതെ, നമ്മൾ ഈ പേര് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഹാർവേർഡ് യൂണിവേഴ്സിറ്റി 16ാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ട ഈ യൂണിവേഴ്സിറ്റി നമ്മളുടെ നളന്ദ പോലെ പഴക്കമില്ലെങ്കിലും അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കഴിഞ്ഞ് സൃഷ്ടിച്ചെങ്കിലും ഇപ്പോഴും ആ യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ആയിട്ട് ടോപ്പ് 5-ൽ തന്നെ നിലനിൽക്കുന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഇതിൽ കയറി പറ്റണമെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ട്. അതിൽ ആധികാരികമായി എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് ആധികാരികമായ ഒരു അറിവ് കാണണം. ഇപ്പം മാത്സിനാണെങ്കിലും ബേസിക് തൊട്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന എൻജിനീയറിംഗ് മാത്സ് വരെയും നല്ല വൃത്തിയായിട്ട് തറവായിട്ട് നിങ്ങൾക്കറിയണം. അതുപോലെ സയൻസ്, സോഷ്യൽ, ഹിസ്റ്ററി, അപ്പോൾ യൂറോപ്യൻ ഹിസ്റ്ററി ആണെങ്കിലും വെസ്റ്റേൺ ഹിസ്റ്ററി ആണെങ്കിലും ഓരോരോ കാര്യങ്ങളും ഒരു ചെറിയ അണു ഇട പോലും തെറ്റാതെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റൂ. സിലബസ് മാത്രമല്ല, അല്ലെങ്കിൽ അതിൽ ഗഹനമായ അറിവ് മാത്രമല്ല, ഇംഗ്ലീഷിലും നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഇംഗ്ലീഷിൻ്റെ എല്ലാ കാര്യങ്ങളും, ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യാം, ഗ്രാമർ പാർട്ട്, അങ്ങനെ ആധികാരികമായി എല്ലാ സബ്ജക്റ്റിലും നോളജ് തറവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റൂ. ഇംഗ്ലീഷിലാണെങ്കിൽ പറഞ്ഞാൽ അവരൊരു ടോപ്പിക്ക് തരും, അത് ഗഹനമായി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കാണും എൻട്രൻസിൻ്റെ സമയത്ത്. അപ്പം ഗഹനമായി അതിനെപ്പറ്റി പറയാനും അതിനെപ്പറ്റിയുള്ള ഫാക്ട്സ് ഒന്നൊന്നായി പറഞ്ഞറിയിക്കാനും അതുപോലെ അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ, അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും അത് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്ത് ഇലാബറേറ്റ് ആയിട്ട് പറയാനുമുള്ള ഒരു അറിവുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ കയറിപ്പറ്റാൻ കൂടി പറ്റുകയുള്ളൂ. ഈ 16ാം നൂറ്റാണ്ടിലാണ് ഈ യൂണിവേഴ്സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് പ്രൗഢഗംഭീരമായിട്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നുള്ളതാണ്. ഏകദേശം 20,000-ഓളം എംപ്ലോയീസ് ഉള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്പം ഒന്ന് ആലോചിക്കുക, 20,000 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എത്ര വലിയതായിരിക്കും ഈ യൂണിവേഴ്സിറ്റി. അതുപോലെ എല്ലാ വലിയ ബില്യൺ ട്രില്യൺ ഡോളർ കമ്പനികളുടെയും സിഇഒസും മിക്കവാറും പേര് ഹാർവേർഡിൽ നിന്നും പഠിച്ചതായിരിക്കും. ഇവിടുത്തെ MBA എന്ന് പറയുന്നത് സൂപ്പർ ഒരു MBA ആണ്. അത് കിട്ടുവാണെങ്കിൽ എല്ലാ കമ്പനീസും നിങ്ങളെ വരാമോ, ദയവായിട്ട് ഞങ്ങൾക്ക് ഒന്ന് വർക്ക് ചെയ്യാമോ, അല്ലെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം, നിങ്ങൾ വരൂ എന്ന് വിളിക്കുന്ന റേഞ്ചിൽ ഉള്ള ഒരു MBA മാത്രമല്ല, അവിടുത്തെ PG കോഴ്സ്, ഗ്രാജുവേറ്റ് കോഴ്സ് എല്ലാം വളരെ വളരെ പ്രഷ്യസ് ആണ്. അതിനായിട്ട് ആൾക്കാർ കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ അവർ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഗൂഗിള്, വാട്സപ്പ് പോലത്തെ കമ്പനികൾ നമ്മളുടെ IIT-യിൽ നിന്നും ഒക്കെ 1-2 പേരെയാണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ ഹാർവേർഡിൽ നിന്നും ആൾക്കാർ അവരുടെ കമ്പനിയിൽ വരാൻ ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. ആൾക്കാർ കോടിക്കണക്കിന് രൂപയാണ് സാലറി ആയിട്ട് അവർക്ക് പ്രഖ്യാപിക്കുന്നത്, കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. അത്രയ്ക്കും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റി. നമ്മൾക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാവരും അവിടെ നിന്നൊരു ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സെങ്കിലും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതിൻ്റെ
എന്താണ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സീസണായിട്ടാണ്, ഓട്ടം, വിന്റർ, സമ്മർ എന്ന 3 സീസണായിട്ടാണ് ഇവർ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇത്രയും വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളുടെ ഹാർവർഡ് യൂണിവേഴ്സിറ്റി.